ആമീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരു ഗീ റൈസ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നെയ്യ് ഒഴിക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിക്കാം. 1.5 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നെയ്യെല്ലാം ഒന്ന് ഉരുക്കി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു വെലി ലീഫ്, 3 പട്ട, 2-3 ഏലക്ക, 3-4 ഗ്രാമ്പു ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടാം. അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞത്. ഒരു 5 പച്ചമുളകൂടെ കീറിയത് അങ്ങോട്ട് ഇടാം. ഒരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അത് നീളത്തിലരിഞ്ഞത് അതും അങ്ങോട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വത്ത്. ഞാനിപ്പോ 5 ഗ്ലാസ് അരി അളന്നെടുത്തിട്ടുണ്ട്. ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം അത് ആദ്യം വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. വെള്ളത്തിലോട്ട് നമുക്ക് ഉപ്പിടണം. ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം, അപ്പോഴേ ചോറിനൂടെ കാണത്തുള്ളൂ. ഉപ്പ് നോക്കിയിട്ട് പിന്നെ അതിന് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇടാം. അരി ഇട്ട് കഴിഞ്ഞു. കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് റൈസ് എല്ലാം ബന്ധം നോക്കാം. ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ട് ഒന്നുമില്ല. കറക്റ്റ് വെന്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് വെള്ളത്തിൽ കലക്കിയത്, ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് വെക്കാം. കുറച്ച് നെയ്യോട് ഒഴിച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം.